ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരാണ് നീതീകരിക്കപ്പെടുന്നത്? എങ്ങനെയുള്ളവരാണ് നീതീകരിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ? റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം പറയുകയാണ്, നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ, നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്, ശ്രവിക്കുന്നവരല്ല. പലപ്പോഴും നമ്മളൊക്കെ പറയുന്നവരാണ്, കേൾക്കുന്നവരാണ്. പക്ഷെ അനുസരിക്കുന്നവരാണോ എന്നൊരു ചോദ്യം ഞാനും നിങ്ങൾ ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുന്നത് ഉത്തമമായിരിക്കും. കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പോകുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയാണെന്നറിഞ്ഞിട്ടും, ചില ബന്ധങ്ങൾ അത് തിന്മയാണെന്നറിഞ്ഞിട്ടും അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അങ്ങനെയാണെങ്കിൽ കേൾക്കുന്ന ആളാണ് ഞാൻ, അനുസരിക്കുന്ന ആളല്ല. അതുകൊണ്ട് നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വചനം കേൾക്കുകയും ആ വചനത്തിനു വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാൻ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള വചനം അനുസരിക്കുന്നവരും അത് പ്രവർത്തിക്കുന്നവരുമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനപുലരിയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.